ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ശ്വേത. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ റിവ്യൂ വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു നീഡാണ് ഹെയർ നല്ല തിക്കായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വേവി ആയിട്ടൊക്കെ. സോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും നല്ല ഹെയർ സ്ട്രെയിറ്റ്നർ, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല പ്രൊഡക്റ്റ് റിവ്യൂ കണ്ട ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ കണ്ടത്. ഇതാണ് നോവയുടെ ഹെയർ സ്ട്രെയിറ്റ്നർ കേട്ടോ. സോ ഇത് ഒരു NHS 840 ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. സോ ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിന് വരുന്നത് 500 റുപ്പീസ് ആട്ടോ. നല്ല അഫോർഡബിൾ ആണ്, ബിക്കോസ് ഒരു 500 റുപ്പീസിന് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഹെയർ സ്ട്രെയിറ്റ്നർ നോക്കി നടക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നോക്കി നടത്തുകയാണെങ്കിലാണ് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെ വരുന്നത്, നമുക്ക് തുറന്ന് നോക്കാം. സോ ഇത് ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത്. സോ ഇതിന് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല പാക്കേജിങ് ആട്ടോ. പാക്കേജിനെ കുറിച്ച് പറയണം, നല്ല പാക്കേജിങ് ആണ്. ഇങ്ങനെയാട്ടോ വരുന്നത്. സോ എനിക്ക് പാക്കേജിങ്ങും എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ ഒപ്പം തന്നെ അത് ഒരു ഗൈഡ് ലോഗ് പോലെ തന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. സോ ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ലൈക്ക് വെള്ളം തട്ടിക്കാൻ പാടില്ല, പിന്നെ ഒരു ഹീറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പിടിക്കാൻ പാടില്ല, പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിൽ, പിന്നെ ബാത്റൂമിൽ പ്ലഗ് ചെയ്തിട്ട് യൂസ് ചെയ്യണതൊക്കെ ഡേഞ്ചറസ് ആണ്. സോ ഒബ്വിയസ്ലി ഇതൊരു ഇലക്ട്രിക് ഹീറ്റിംഗ് ആയതുകൊണ്ട് നന്നായി നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. സോ ഇത് ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഒന്നും അല്ല, പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ. ഈ ബട്ടൺ നമുക്ക് തിരിച്ചും ഇങ്ങോട്ടേക്കും ആക്കാം കേട്ടോ. ഈ ബട്ടൺ ഓൺ ആൻഡ് ഓഫ് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഒന്നും പറ്റില്ല. പക്ഷെ ഇതിൻ്റെ അയൺ പ്ലേറ്റ്സ് ഒക്കെ നല്ല പ്ലേറ്റ് ആണ്, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. നമുക്ക് മുടിക്ക് ഹെയർ അങ്ങനെ ഡാമേജ് വരത്തക്ക രീതിയിലില്ല, ബിക്കോസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവും. ഞാൻ നോക്കിയപ്പോൾ നമുക്കൊരു 1 മിനിറ്റിനുള്ളിലൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്, വൃത്തിയായിട്ട് ഹീറ്റായി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 220 ഡിഗ്രി ഹീറ്റാണ് ഇതിനുള്ളത്. പിന്നെ നാനോ സിൽവർ ആണ്, സെറാമിക് ആണ്. പിന്നെ ഇതിൻ്റെ കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള കോഡാട്ടോ, നല്ല വലുപ്പമുള്ള കോഡാണ്. ബിക്കോസ് ഇത് സ്വിച്ച് ഇട്ട ഉടനെ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ചെറുതായിട്ട് ഹീറ്റായപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഇത് ഞാനൊരു 10 സെക്കൻഡ്സ്, നമ്മൾ മുടിയിൽ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ഒരുപാട് നേരം സ്ട്രെയിറ്റ്നർ വെക്കാൻ പാടില്ല കേട്ടോ. വേഗം, അതായത് ഒരു 10 സെക്കൻഡ്സിന് മേലെ ഹെയറിൽ വെക്കാൻ പാടില്ല, വെച്ച ഹെയറിൽ തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുടി കേടുവരും. പിന്നെ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്, കണ്ടില്ലേ? നല്ല ഹീറ്റായിട്ട് പെട്ടെന്ന് ഹീറ്റായിട്ട് വരുന്നുണ്ട്. നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടൊരു 3 to 4 സെക്കൻഡിൻ്റെ ഉള്ളിൽ നല്ലോണം പെട്ടെന്ന് ഹീറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഹെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഫ്രണ്ട് ഹെയർ മാത്രം ചെയ്തതിൻ്റെ വീഡിയോ, ഞാൻ ഫ്രണ്ട് ഹെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ മുടി എന്ന് പറയണത് ഒരു തരം വേവി ഹെയർ പോലെയാണ്. സ്ട്രെയിറ്റും അല്ല കേളും അല്ല, ഒരു തരം വേവി ഹെയർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഹെയറിനൊക്കെ ബെസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ അയൺ പ്ലേറ്റ്സിലൊന്നും തൊടാൻ പാടില്ല കേട്ടോ, കാരണം അയൺ പ്ലേറ്റ്സിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ ഈ പ്ലേറ്റ്സിൽ തൊടാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കറിയാം ഓൺ ആണോ ഓഫ് ആണോ എന്ന്. പിന്നെ നമ്മൾ ഈ മുടിയിൽ ചെയ്യുമ്പോൾ ഒരു ടിപ്സ് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ നമ്മൾ ഈ മുടിയിൽ ഇങ്ങനെ വെക്കില്ലേ, ഇങ്ങനെ വെക്കുമ്പോൾ ഇത് 10 സെക്കൻഡ്സിൽ കൂടുതൽ ഇങ്ങനെ വെക്കാൻ പാടില്ല, മുടിക്ക് ഡാമേജ് ആണ് കേട്ടോ. അതായത് ഒരുമിച്ച് 10 സെക്കൻഡ്സ് വെക്കാൻ പാടില്ല. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കുറച്ച് ഹീറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ 1 മിനിറ്റ് ഒന്നും ഞാൻ പ്ലഗ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം 1 മിനിറ്റിന് മേലെ മുടി ഡാമേജ് ആവുന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു വിധമൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഞാൻ ഇത് ഫുള്ളായിട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം, ഒരു ഷോർട്സ് പോലെ ഇടാം കേട്ടോ. കാരണം എൻ്റെ നല്ല തിക്നെസ് വോളിയം ഉള്ള ഹെയർ ആണ്, തിൻ ഹെയർ അല്ല. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾക്കിപ്പോൾ ഇത് അത്ര വലിയ ഹീറ്റ് ഇല്ലാത്തതാണ്, അപ്പോൾ മുടിക്ക് വലിയ ഡാമേജ് ഒന്നും വരില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഹെയർ സെറം ഇട്ട് ചെയ്താൽ മതി, റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എത്ര നല്ല ഹെയർ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചാലും നമുക്ക് നല്ലൊരു ഹെയർ സെറം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ മുടി ഡാമേജ് ആവില്ല. നമുക്കൊരു 90% ഡാമേജ് കുറയ്ക്കാം. പിന്നെ ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നത്, നന്നല്ല മുടിക്ക്. നമുക്ക് ഇങ്ങനത്തെ ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഫങ്ഷൻ വരുമ്പോൾ, ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. അല്ലാതെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഹെയർ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഹെയറിൽ കുറച്ച് വേവിയാണ്, മീൻസ് ബാക്കി ഹെയറിനെക്കാട്ടും കുറച്ചും കൂടെ വേവിയാണ് എൻ്റെ ഫ്രണ്ട് ഹെയർ. അപ്പം ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് അധികം ഫ്രണ്ട് ഹെയറിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഞാൻ ഫുള്ളായി യൂസ് ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടൊക്കെ സ്റ്റൈൽ ചെയ്യണമെന്ന് വെച്ചാൽ പറ്റിയൊരു ഹെയർ സ്ട്രെയിറ്റ്നറാണിത്. ബിക്കോസ് നിങ്ങൾക്ക് ഫ്രണ്ടൊക്കെ ഒരുമാതിരി നിൽക്കുള്ളൂ, നിങ്ങൾക്ക് ഹെയർ സ്റ്റൈലൊന്നും സെറ്റ് ആവണില്ല, നന്നായി നിൽക്കുന്നില്ല എന്നൊക്കെ നോക്കുമ്പോൾ, നിങ്ങൾ ഭയങ്കര വേവി ആയിട്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പറ്റിയൊരു ഹെയർ സ്ട്രെയിറ്റ്നറാണിത്. നല്ല അഫോർഡബിൾ ആണ്. സോ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.